ശ്രീ പി ജെ വിൻസെന്റ്, ഇറാനെ സംബന്ധിച്ച് ഇനി ബാക്കിയുള്ളത് എന്താണ്? ഫ്രാട്രിസൈഡ് ബിഫോർ സൂയിസൈഡ് എന്നാണ് പല അന്തർദേശീയ നിരീക്ഷകരും വിശേഷിപ്പിക്കുന്നത്. ഈ ആത്മഹത്യക്ക് മുമ്പുള്ള ഭ്രാതൃഹത്യ അല്ലെങ്കിൽ സോദരഹത്യ നടത്തുകയാണ്, പരമാവധി പശ്ചിമേഷ്യയെ കലുഷിതമാക്കുകയാണ് എന്ന് വിമർശിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ ഒരു ഊർജ്ജ ക്രൈസിസ് ഉണ്ടാവും. എണ്ണവില വലിയ തോതിൽ കൂടും, അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഉണ്ടാവും. ഇപ്പൊ തന്നെ എണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖത്തറിനെയും സൗദിയെയും UAE-യെയും ലക്ഷ്യമിടുക, അവിടം സേഫ് അല്ല എന്നൊരു സന്ദേശം കൊടുക്കുക, അവിടെ ഉണ്ടാവുന്ന മരണങ്ങൾ 1 or 2 ആണെങ്കിലും അതുണ്ടാക്കുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് വളരെ വലുതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഖംനയുടെ മരണത്തോടുള്ള ഒരു പെട്ടെന്നുള്ള പ്രതികരണം എന്നുള്ളതിനപ്പുറത്ത് കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള നടപടിയാണ് ഇറാന്റേതെന്ന് കാണാമോ? അല്ല, ഇറാൻ ഇത്തരം ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടിരുന്നു. 2025 ജൂൺ മാസം 12 മുതൽ 24-25 വരെ നീണ്ട 12 ദിന യുദ്ധത്തിൽ തന്നെ തുടർ യുദ്ധമുണ്ടാകും എന്ന് മുൻകൂട്ടി കാണാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇവിടെ ചില നിരീക്ഷകരും പ്രത്യേകിച്ച് വ്ളോഗർമാരൊക്കെ വ്യക്തിപരമായി ഫ്രീലാൻസ് ജേർണലിസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ചില വിവരങ്ങൾ പ്രകാരം റഷ്യയുടെ സഹായത്തോടു കൂടി നഷ്ടപ്പെട്ട തകർക്കപ്പെട്ട പല മിസൈൽ വിക്ഷേപണ തറകളും അവർക്ക് പുനർനിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് മിസൈൽ പ്രോഗ്രാമിൽ റഷ്യയുടെ സഹായമുണ്ട്. മാത്രമല്ല കൃത്യതയോടുകൂടി ആക്രമണം നടത്താൻ അവർക്ക് റഷ്യയുടെ സാങ്കേതിക സഹായവും ലഭിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇത്തരത്തിൽ ഇത് സ്ഥിരീകരണം സിദ്ധിച്ച ഒരു വാർത്തയല്ല. എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിൻ്റെ ശക്തിയെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ചൈന റഷ്യ സഖ്യം ഈ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായി സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന ശക്തമായ നിലപാടെടുക്കുകയും വേണം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനു മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റഷ്യക്ക് ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സൈനികമായിട്ടോ അല്ലാതെയോ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. അവരും ഉപരോധം മൂലം സാമ്പത്തിക നില തകർന്ന അവസ്ഥയിലാണ്. ചൈനയാകട്ടെ ഇത്തരം സംഘർഷങ്ങളിൽ നേരിട്ട് ഇടപെട്ട ഒരു ചരിത്രവുമില്ല. മറ്റൊരു സാധ്യത ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരു സമ്മർദ്ദ ശക്തിയായി മാറുകയും അവർ അടിയന്തരമായി സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന് അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലും സമ്മർദ്ദത്തിലാകും. അതും ഒരു പ്രത്യേക സാഹചര്യമാണ്. മറ്റൊന്ന്, ഇറാനെ സംബന്ധിച്ചിടത്തോളം 8.5 കോടി മനുഷ്യരുള്ള ഒരു രാജ്യമാണ്. അതൊരു സിവിലൈസേഷണൽ സ്റ്റേറ്റാണ്, വലിയ രാജ്യമാണ്. അവർക്ക് വളരെ എളുപ്പം കീഴടങ്ങുന്ന ഒരു ജനതയല്ല അവർ. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഭരണകൂട മാറ്റമാണ്. അതവർ പ്രഖ്യാപിക്കുകയുണ്ടായി. എലിമിനേറ്റിംഗ് ദ ഇമ്മിനന്റ് ത്രെട്ട് ഫ്രം ദ ഇറാനിയൻ റെഷീം എന്നാണ് ട്രംപ് ട്വീറ്റ് ചെയ്തത്. ആസന്നമായ ഈ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം ഇറാനിൽ ഭരണകൂട മാറ്റം ഉണ്ടാക്കണം എന്നത് അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ ലക്ഷ്യമാണ്. അവിടെ അമേരിക്ക ഇസ്രായേൽ താല്പര്യങ്ങൾക്കൊത്ത് തുള്ളുന്ന ഒരു ഭരണകൂടത്തെ, ഒരു പാവ സർക്കാരിനെ 1979 മുന്നേ റേസ ഖാൻ പഹ്ലവിയുടെ ഒരു ഭരണകൂടമുണ്ടായിരുന്നു. സമാനമായ രൂപത്തിൽ അമേരിക്കയുടെ ഒരു സഖ്യശക്തി അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അതിനാണ് ഭരണകൂടത്തിലെ മുതിർന്ന നേതാക്കളെയും പരമോന്നത നേതാവിനെയും കൊലപ്പെടുത്തിയത്. പക്ഷേ അതിനുശേഷവും ആയുധം വെച്ച് കീഴടങ്ങാൻ IRGC തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. IRGCയോട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ആ വരേണ്യ ദളം, അവരോട് ആയുധം വെച്ച് കീഴടങ്ങാൻ ട്രംപ് ആവശ്യപ്പെട്ടുവെങ്കിലും അവർ പുനഃസംഘടിപ്പിക്കപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. ശക്തമായി അവർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലത്തേക്ക് എന്നുള്ളത് പ്രശ്നഭരിതമാണ്. പക്ഷേ 3000-ഓളം മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട്. അത് വിക്ഷേപിക്കാൻ 100-ലധികം പ്രക്ഷേപണ തറകളും അവരുടെ കൈവശമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് തീർന്നാലും കാമിക്കോസ് പോലെയുള്ള വളരെ ചുരുങ്ങിയ ചെലവിൽ എന്നാൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യയും ഒരുപക്ഷെ ആയിരക്കണക്കിന് ഡ്രോണുകളുടെ ശേഖരവും ആ രാജ്യത്തിനുണ്ട്. അതുണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. നിലവിലുള്ള ഡ്രോൺ ശേഖരം തീർന്നാലും പുതിയത് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഇടതടവില്ലാതെ വരുന്ന ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങൾക്കോ ഇസ്രായേലിനോ പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അത് ഒരു വലിയ നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു പെർമനന്റ് സ്കിർമിഷസ് ആയിരിക്കും അത് ഉണ്ടാക്കുക. അങ്ങനെ ഒരു വിമാനത്താവളത്തിലേക്ക് ഒരു ഡ്രോൺ വന്നു കഴിഞ്ഞാൽ വിമാനത്താവളം അടച്ചിടേണ്ടി വരും.
അപ്പോൾ ഇതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ചെറുതല്ല. അപ്പോൾ സേഫ് അല്ലാത്ത ഒരു സോണായി മാറും. ഈ ഡ്രോൺ അക്രമത്തിലൂടെ പശ്ചിമേഷ്യയെ മൊത്തം ഒരു സെക്യൂരിറ്റിയെ അപകടപ്പെടുത്താനും അസ്ഥിര മേഖലയാക്കി മാറ്റാനും ഇനിയും ഇറാന് കഴിയും എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഇറാനെ സമ്പൂർണ്ണമായി ലിക്വിഡേറ്റ് ചെയ്യുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടും അത് ഒരു സിവിലൈസേഷണൽ സ്റ്റേറ്റ് എന്ന നിലയിലുള്ള അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും അത് സാധ്യമല്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഭരണമാറ്റം അവിടെ സാധ്യമാക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ നയതന്ത്ര ടേബിളിലേക്ക് കാര്യങ്ങൾ വരിക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് വളരെ എളുപ്പം ഈ ഒരു സമാധാനം കൊണ്ടുവരാൻ സാധ്യമായിട്ടുള്ളത്. അതിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇന്ത്യക്കും വലിയ റോള് വഹിക്കാനുണ്ട്. ആ ദിശയിലേക്ക് കാര്യങ്ങൾ വളരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഒമാനടക്കം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഒമാനിലുള്ള ദുഃഖം തുറമുഖം, അത് ഇന്ത്യ അടക്കമുള്ള ഇന്ത്യയുടെ INS ശ്രീകാന്ത് അടക്കം അവിടെ ഡോക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മസ്കറ്റ് പോർട്ടിൽ ഇന്ത്യൻ സേന ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ്. അത്തരം ബന്ധങ്ങളുണ്ട്. അതുപോലെ ഇറാനിലെ ചബഹാർ പോർട്ട് ഇന്ത്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യക്ക് കൂടി ഈ മേഖലയിൽ ഒരു ഇടപെടൽ ശേഷി നൽകുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിൽ അബ്രഹാമിക് അക്കോർഡിൽ ഒപ്പിട്ട 2 രാജ്യങ്ങളാണ് UAEയും ബഹ്റൈനും. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഖത്തർ ആ മേഖലയിൽ തുടർച്ചയായി ഇറാന്റെ താല്പര്യങ്ങൾക്കൊപ്പം പല സന്ദർഭങ്ങളിലും നിലനിന്ന ഒരു രാജ്യമാണ് ഖത്തർ. ഒരു സന്ദർഭത്തിൽ ഇറാൻ, ഖത്തർ, ടർക്കിയെ അച്ചുതണ്ട് പോലും രൂപപ്പെടുക ഉണ്ടായി. അതോടൊപ്പം ഒമാനാണെങ്കിൽ ഇതിനു മുമ്പുള്ള 5 വട്ട ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിച്ചത് ഒമാനാണ്. ഇപ്പോൾ 3 വട്ട ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അത് 3ഉം പരാജയപ്പെട്ടുവെങ്കിലും അതും ഒമാന്റെ മധ്യസ്ഥതയിലാണ് നടന്നത്. ഒമാനും ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു അറബ് ഈ ഗൾഫ് മേഖലയിലെ അറബ് രാജ്യങ്ങൾ പൊതുവിൽ ഇപ്പോൾ ഇറാൻ വിരുദ്ധ നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്രമണം അത് എത്രമാത്രം വലിയ പ്രത്യാഘാതം ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിലെ കാണാൻ സാധിക്കും. ലോകത്തിലെ തന്നെ വ്യോമ ഗതാഗതത്തിന്റെ 35% ഈ മേഖലയിലാണ്. ഇപ്പൊ ഇന്ത്യയും സൗത്ത് ഏഷ്യയിലെയും രാജ്യങ്ങൾക്ക് ലോകത്തെവിടെ പോകണമെങ്കിലും ദുബായ് അല്ലെങ്കിൽ ഷാർജ, അബുദാബി അല്ലെങ്കിൽ ദോഹ തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ചേ പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ലോകത്തിലേക്കുള്ള കണക്ടിവിറ്റിയാണിത്. സൗത്ത് ഏഷ്യ ആണെങ്കിൽ ദുബായ് കേന്ദ്രമാക്കിയിട്ടാണ് ലോകത്തേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തന്ത്രപ്രധാനമായി വലിയ പ്രാധാന്യമുള്ള പ്രദേശമാണ്. ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രമാണ്. അതുകൊണ്ട് അവിടെ സമാധാനം, സുരക്ഷിതത്വം ഉണ്ടാക്കാൻ അത് ഒരു ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇറാൻ്റെയോ മാത്രം താല്പര്യമല്ല, ലോകത്തിൻ്റെ താല്പര്യമാണ്. ആ രൂപത്തിൽ ലോകത്തിലെ നേതാക്കൾ, വിശിഷ്യ വൻശക്തി രാജ്യങ്ങൾ, ഇന്ത്യയും ചൈനയും റഷ്യയും അടക്കമുള്ള വൻശക്തി രാജ്യങ്ങൾ ആ ഒരു തലത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നയതന്ത്ര ടേബിളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയേക്കാം. അത്തരത്തിലൊരു പരിഹാരം സാധ്യമാണ്. നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്. കാരണം P1+5 അത് വളരെ പ്രധാനപ്പെട്ടതാണ് അഭിലാഷ്. 2013 മുതൽ 15 വരെ ഉണ്ടായിട്ടുള്ള വലിയ ഒരു നയതന്ത്ര, ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര നീക്കങ്ങളിൽ ഒന്നായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പെർമനന്റ് 5+1 എന്ന കരാർ, കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ പാക്ട് ഉണ്ടാക്കുന്നത്. അത് ഏകപക്ഷീയമായി നശിപ്പിച്ച് ഈ സംഘർഷത്തിന് മുഴുവൻ തുടക്കം കുറിച്ചത് ട്രംപാണല്ലോ. 2018 ഏകപക്ഷീയമായി അതിനകത്ത് പിൻവാങ്ങിയത് ട്രംപാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെയാണ്. ഇസ്രായേൽ പിന്നെ ഒരു ഡിസ്റപ്റ്റീവ് ഫോഴ്സ് ആണ്. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.